പി ജയരാജന്റെ പേരിലുള്ള പുസ്തക വിവാദത്തിൽ DC ബുക്സ് മുൻ പബ്ലിക്കേഷൻ മാനേജർ AV ശ്രീകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. മുൻകൂർ ജാമ്യം ലഭിച്ചതിനാലാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. ശ്രീകുമാറിൽ നിന്നാണ് ആത്മകഥാ ഭാഗങ്ങൾ ചോർന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ജോസി ബാബു വിരളുമായി കോട്ടയത്ത് നിന്ന്. ജോസി, പോലീസ് എന്താണ് ഇയാളോട് ചോദിച്ചറിഞ്ഞത്? അജിംസ്, ഈ വിവാദമായ പുസ്തക കേസിൽ EPയുടെ പരാതിയിൽ നേരത്തെ തന്നെ ശ്രീകുമാറിനെ പ്രതി ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഡിസംബർ 31-നാണ് FIR രജിസ്റ്റർ ചെയ്തത്. പിന്നീട് AV ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സ്വാഭാവിക കേസ് നടപടികളുടെ ഭാഗമായി ഇന്നലെ വൈകിട്ട് AV ശ്രീകുമാറിനെ കോട്ടയം ഈസ്റ്റ് പോലീസ് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശ്രീകുമാറിൽ നിന്ന് തേടി. പ്രധാനമായും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ചോർത്തിയത് ശ്രീകുമാറാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നും തേടിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ദേശാഭിമാനിയുടെ കണ്ണൂർ ലേഖകൻ രഘുനാഥിനെയാണ് പുസ്തകം എഴുതാൻ, അല്ലെങ്കിൽ താൻ എഴുതി തയ്യാറാക്കിയ കുറിപ്പുകൾ തിരുത്താൻ ഏൽപ്പിച്ചത്. രഘുനാഥിൽ നിന്നും ശ്രീകുമാർ അത് കൈവശപ്പെടുത്തി തിരുത്തലുകൾ വരുത്തി തന്നെ അപകീർത്തി തരത്തിൽ പുറത്തുവിട്ടുവെന്നായിരുന്നു EP ജയരാജന്റെ പരാതി. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളാണ് ശ്രീകുമാറിൽ നിന്ന് തേടിയത്. കഴിഞ്ഞ ദിവസം AV ശ്രീകുമാറിനെയും സമാനമായ രീതിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും നേരത്തെ തന്നെ ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AV ശ്രീകുമാറിനെതിരെ അച്ചടക്ക നടപടി DC ബുക്സ് സ്വീകരിച്ചിരുന്നു. മുഴുവൻ തെറ്റുകുറ്റങ്ങളും ശ്രീകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണെന്ന തരത്തിൽ ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പിന്നാലെയായിരുന്നു പോലീസ് കേസെടുക്കുകയും മറ്റും ചെയ്തത്. ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തിൽ രാവിലെ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ EPയുടെ പേരിലുള്ള പുസ്തകം എന്ന രീതിയിൽ പുസ്തകത്തിന്റെ ഉള്ളടക്കം സർക്കാരിനെയും CPM-നെ വെട്ടിലാക്കുന്ന രീതിയിൽ പുറത്തു വന്നതാണ് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി.